ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് ഇയർലി 2025 ടാരോ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതിൽ നമ്മൾ നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ്, ഹെൽത്ത് എല്ലാം കവർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ്ങിനെ സ്റ്റാർട്ട് ടു എൻഡ് വരെ നോക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറുടെ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ എത്ര നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യണേ അത്രയും നല്ലത്. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണലായി ഇയർലി ഇല്ലച്ചാൽ മന്ത്ലി ഇല്ലച്ചാൽ കറണ്ട് എനർജി ടാരോ റീഡിങ് ചെയ്യണം വെച്ചാൽ ഒരു ടാരോ റീഡിങ് പേഴ്സണൽ സെഷൻ നിങ്ങൾക്ക് എൻ്റെ കൂടെ ബുക്ക് ചെയ്യാം. ഇത് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ്, കരിയർ, ഹെൽത്ത് എങ്ങനെയായിരിക്കും അതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ടോറസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, 2025 ഓവറോൾ എനർജി നിങ്ങളുടെ മജിഷ്യൻ ആണ്. അപ്പോൾ മജിഷ്യൻ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്, ജെമിനൈ എനർജിയാണ്. നമ്മൾക്ക് ഇതിനെ ക്ലാരിഫൈ ചെയ്യാം. ആൻഡ് ഇവിടെ ഉണ്ട് 10 of Wands. നിങ്ങളുടെ ബാക്കിയുള്ള ജനറൽ മെസ്സേജസ് നമ്മൾക്ക് ആദ്യം നോക്കാം. എന്താണ് ജനറൽ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? 5 of Pentacles, 6 of Swords, 3 of Swords, ആൻഡ് ഇവിടെ Queen of Swords ഉണ്ട്. അപ്പോൾ ടോറസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി 10 of Wands ആണ് മജിഷ്യൻ്റെ കൂടെ. അപ്പോൾ മജിഷ്യൻ ഒരു മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. ഈ കൊല്ലം നിങ്ങൾ പുതിയ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ റിലേഷൻഷിപ്പ്, പുതിയ കരിയർ ഇല്ലച്ചാൽ നിങ്ങൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ വേഗം അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് 2025. എന്നുവെച്ചാൽ നിങ്ങളൊരു പവർഫുൾ എനർജിയിലാണ്. ഓക്കെ, മജിഷ്യൻ ഒരു പവർഫുൾ എനർജിയാണ്. ആൻഡ് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാം. പക്ഷെ ഇതിന് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്ന കാര്യം കുറെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ബിലീഫ് ഉണ്ടാവണം. അപ്പോഴേ നിങ്ങൾക്ക് വേഗം കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് 10 of Wands ഒരു വെരി ഡിഫിക്കൾട്ട് സമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2024. കുറേ ചാലഞ്ചസ് ഉണ്ടായിരിക്കാം. അതൊക്കെ ഇപ്പോൾ 2025 മെല്ലെ അത് ഡിസപ്പിയർ ആവാൻ തുടങ്ങും. അത് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത് 2025. നിങ്ങളുടെ പാസ്റ്റ് ബാഗേജ്, പാസ്റ്റ് ബേർഡൻസ് അതിനൊക്കെ നിങ്ങൾ റിലീസാണ് ചെയ്യണത് ഫൈനലി, ആൻഡ് മൂവ് ഓൺ ചെയ്യണു. ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഇവിടെ ജനറൽ മെസ്സേജിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of Pentacles ആണ്. പൈസയുടെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം, എസ്പെഷ്യലി ബിഗിനിങ് ഓഫ് 2025. ഞാൻ കുറച്ചൊരു ലോസ് കാണുന്നുണ്ട്, ഫിനാൻഷ്യൽ ലോസ്. പക്ഷേ ഇത് ഓൾറെഡി 2024 നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ കാരണം കുറെ ഒരു ഡിസപ്പോയിൻറ്റഡ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ലോ സെൽഫ് എസ്റ്റീമും കാണുന്നുണ്ട്. ആൻഡ് പൈസയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് സൂക്ഷിക്കാണ്ട്. എന്നുവെച്ചാൽ എന്തോ ഒരു ലോസ് ഉണ്ട് ഇവിടെ. ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾ ആ ഡിഫിക്കൾട്ട് സമയം വിട്ടിട്ട് ഇപ്പോൾ മുമ്പോട്ടാണ് പോണേ, സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണേ. അപ്പോൾ നിങ്ങൾക്ക് മിഡ് 2025 ഇല്ലേച്ചാൽ സെക്കൻഡ് ഹാഫ് ഓഫ് 2025 ആകുമ്പോഴേക്കും ഒരു ബെറ്റർ എനർജി ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. 3 of Swords ഒരു ഹാർട്ട് ബ്രേക്ക്, ഡിസപ്പോയിൻമെന്റ് എനർജിയാണ്. അപ്പോൾ റിലേഷൻഷിപ്പിലും ചില കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യൂല നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025. Queen of Swords ഞാൻ കാണുന്നത് ഒരു വെരി ക്ലിയർ
ക്ലാരിറ്റി ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. അപ്പം ഈ ഹാർട്ട് ബ്രേക്കിൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എന്നുവെച്ചാൽ നിങ്ങളെക്കുറിച്ച് എന്നുവെച്ചാൽ ചില സമയത്ത് നമ്മൾക്ക് തന്നെ അറിയില്ല നമ്മൾക്ക് എന്താ വേണ്ടേ ലൈഫിൽ, നമ്മൾക്ക് എന്താ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യണ്ടേ. അപ്പോൾ ആ കാര്യങ്ങൾ അതിലൊക്കെ നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, അതൊക്കെ നിങ്ങൾക്ക് കൂടുതലൊരു ക്ലാരിറ്റി ഉണ്ടാവും. അതെന്താ നിങ്ങൾക്ക് വേണ്ടേ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ആകുമ്പോഴേക്കും നിങ്ങളുടെ ബൗണ്ടറീസ് ഒക്കെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യണോ. ക്വീൻ ഓഫ് സോർഡ്സ് ചില സമയത്ത് ഒരു ഡിവോഴ്സ് ഓർ സെപ്പറേഷൻ്റെ എനർജിയും ആവാം. ഇപ്പോൾ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെച്ചാൽ മേ ബി ഇത് നിങ്ങളുടെ മെസ്സേജ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മാരേജ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയി പോകണ്ടെച്ചാൽ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ചില ആൻഡ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. ഇതൊരു ഫ്രണ്ട്ഷിപ്പും ആവാം. ഫ്രണ്ട്ഷിപ്പിലും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പിലും ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാം മൊത്തം എല്ലാ റിലേഷൻഷിപ്പിനെ ഇൻക്ലൂഡ് ചെയ്യണ മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ 2025 എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. 2025 നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ, പേജ് ഓഫ് കപ്സ് ഉണ്ട് ആൻഡ് 6 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ 6 ഓഫ് പെന്റിക്കിൾസ് ആണ് ആദ്യത്തെ കാർഡ്. അപ്പോൾ 6 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങളുടെ എനർജി കൂടുതൽ ആർക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ നോർമൽ ആയിട്ട് കൂടുതൽ, നോർമൽ കാട്ടിലും കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട് വെച്ചാൽ അതൊരു ഇംബാലൻസ് ആണ്. ഓക്കെ, എസ്പെഷ്യലി മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ആ റെസിപ്രൊക്കേഷൻ ഇല്ല വെച്ചാൽ അതും ഒരു ഇംബാലൻസ് ആണ്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കാണ്ട് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒരിക്കലും മാച്ച് ആവില്ല. അത് മാത്രമല്ല, ഇത് ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സ് കുറച്ച് ഇംബാലൻസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വഴിയുണ്ട്. നിങ്ങളുടെ പക്ഷേ ലവ് ലൈഫ്, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട് 2025. ആൻഡ് ഈ ചേഞ്ച് ഒരു ഗുഡ് ചേഞ്ച് ആണ്. നല്ല ഗുഡ് ലക്കിൻ്റെ എനർജിയാണ്, ഒരു ഗുഡ് ന്യൂസ്, ഗുഡ് മെസ്സേജിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതിൻ്റെ മുമ്പേയും ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ. അങ്ങനെയാണെച്ചാൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്, ഒരു അപ്പോളജി കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ് എടുക്കുന്നുണ്ട്, ഇല്ലച്ചാൽ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു ബ്രേക്കപ്പ് ആയി, ഫ്രണ്ട്ഷിപ്പ് തകർന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അതല്ലാണ്ട് ചില ആൾക്കാർ തിരിച്ചു വരാനുള്ള ചാൻസും ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ 6 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ 6 ഓഫ് കപ്സ് ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്ന എനർജിയാണ്. ആൻഡ് ചിലവർ ചിലപ്പോൾ അപ്പോളജിയും കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ആണ് നിങ്ങൾ പൂണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കരിയർ ലൈഫ് അതെങ്ങനെയായിരിക്കും? ഫിനാൻഷ്യലി 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും? King of Wands, 2 of Wands, 6 of Wands, Page of Wands. അപ്പോൾ കുറേ Wands എനർജിയാണ്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 നല്ല കൊല്ലാണ്. ആക്ച്വലി കുറേ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, ആക്ഷൻ ഓറിയന്റഡ് എനർജിയാണ്. 2025 നിങ്ങൾ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് നല്ലോണം ശ്രമിക്കും ആൻഡ് ആക്ഷനും ഒരു പേടിയില്ലാണ്ട് എടുക്കും. ഇവിടെ കിങ് ഓഫ് വാൻസ് ഒരു ലീഡറുടെ എനർജിയാണ്. അപ്പോൾ ലീഡർഷിപ്പ് റോൾസ് നിങ്ങൾക്ക് കുറേ കിട്ടും, ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കിട്ടും. ആൻഡ് നിങ്ങളും കുറേ വോളണ്ടറിലി അങ്ങനത്തെ റോൾസ് എടുക്കും. ഒരു റെസ്പോൺസിബിലിറ്റിന്നും നിങ്ങൾ പിന്മാറില്ല. കുറേ നാച്ചുറൽ ലീഡറായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025. 2 of Wands പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ്ങിൻ്റെ എനർജിയാണ്. ഫ്യൂച്ചർ പ്ലാനിങ്, ഫ്യൂച്ചർ സ്ട്രാറ്റജി,
ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക 2025. അത് ചെയ്യുന്നില്ല വെച്ചാൽ 2025 കുറച്ച് സമയം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനും സ്പെൻഡ് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾക്ക് അബ്രോഡ് പോണ ചാൻസസും 2025 നിങ്ങൾക്ക് ആ പ്രോസസ്സ് നിങ്ങൾക്ക് 2025 തുടങ്ങാം. ഓക്കെ, ഈ അപ്ലൈയിങ് പുറമെ പോകാൻ അപ്ലൈ ചെയ്യുക, പിന്നെ വിസ അതൊക്കെ ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തുടങ്ങാം, റിസർച്ച് തുടങ്ങാം. 6 of Wands നിങ്ങൾക്ക് വേണ്ടിയിട്ട് സക്സസിൻ്റെ എനർജിയാണ്, ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്, ഫെയിം ആൻഡ് റെക്കഗ്നിഷൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വർക്ക് അച്ചീവ്മെൻറ്റ്സിനൊക്കെ നിങ്ങൾക്ക് നല്ല റെക്കഗ്നിഷൻ കിട്ടും, നിങ്ങളുടെ കാര്യങ്ങൾ നല്ല പോലെ മുമ്പോട്ട് പോവും, സക്സസ് ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ എബിലിറ്റീസിന് വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ ലാസ്റ്റ് കാർഡ് പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഇത് ന്യൂ ബിഗിനിങ്സ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ജോലി ജോയിൻ ചെയ്യേണ്ട വെച്ചാൽ ഇവിടെ ആ ഓപ്പർച്യൂണിറ്റീസും കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ചാലഞ്ചസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 ഏറ്റവും വലിയ ചാലഞ്ച് ഡെത്ത്, ഫൂൾ, സ്റ്റാർ എല്ലാം മേജർ അർക്കാന ആയിട്ടാണ് വരുന്ന ചാലഞ്ചിൽ. ഡെത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചേഞ്ചിൻ്റെ എനർജിയാണ്, ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഇത് ചാലഞ്ചായിട്ട് എന്താ കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചേഞ്ചിൽ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് വിഷമം ഉണ്ടാവും. ചില കേസസിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യേണ്ട വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, അതിൽ ക്ലോഷർ കിട്ടാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, മൂവ് ഓൺ ചെയ്യാൻ വിഷമം ഉണ്ടാവും. അപ്പോൾ ഇതാണ്, അതുകൊണ്ടാണ് ഡെത്ത് ഇവിടെ ഒരു ചാലഞ്ചായി കാണുന്നത്. എന്ന് വെച്ചാൽ ചില ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ 2025 ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇത് വലിയ ചേഞ്ചസ് തന്നെയാണ്, പക്ഷേ ഇതിനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്താ വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് അത് കുറച്ചൊരു പ്രോബ്ലം ആയിരിക്കാം. നിങ്ങളുടെ മറ്റ് ചാലഞ്ച് ഫൂളാണ്, ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് ഫൂളുടെ മെസ്സേജ്. കുറച്ചുകൂടിയും ഓപ്പൺ ആവുക ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ, എല്ലാത്തിനും നോ പറയാണ്ട് ചില കേസസിൽ യെസ് പറഞ്ഞ് നോക്കുക, ആൻഡ് ഫെയ്ത്ത് വെക്കുക. എന്ന് വെച്ചാൽ ചില കേസസിൽ നമ്മൾക്ക് അറിയില്ല എന്തായിരിക്കും ഔട്ട്കം എന്ന്. നമ്മൾ ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്താലേ അറിയുള്ളൂ, മുമ്പോട്ട് പോയാലേ അറിയുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലും നിങ്ങൾക്ക് ചാലഞ്ചിങ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് ഫെയ്ത്ത് ഉണ്ടാവും. ഇല്ലച്ചാൽ നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ചില കേസസിൽ നമ്മൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫ്ലോയിൽ പോവുക, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. സ്റ്റാർ ഹീലിംഗിൻ്റെ എനർജിയാണ്. യെസ്, നിങ്ങളുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഹെൽത്തിനെ സൂക്ഷിക്കണം. ഹെൽത്ത് വൈസ് കുറച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ടാവാൻ വഴിയുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഹീലിംഗ് ആണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് നല്ല പോലെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതല്ലാണ്ട് ഇത് അഗൈൻ ഫ്ലോയിൽ പോണ എനർജിയാണ്. ഒരു ലാക്ക് ഓഫ് ഫെയ്ത്തിൻ്റെയും എനർജിയാണ്. നിങ്ങൾക്ക് ഒരു ഫെയ്ത്ത് തന്നെ ഇല്ല, ഇത് ശരിയാവും, ഇത് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ച് വെച്ചാലേ ലൈഫ് ഈസിയായി പോകുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് 2025. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു മദറുടെ എനർജിയാണ്, ഒരു ഫീമെയിൽ എനർജിയാണ്, ഫെമിനിൻ എനർജിയാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ചില ഡിസ്റ്റർബൻസസ് ഉണ്ടാവാനും വഴിയുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ മദറുടെ ഹെൽത്ത് അത് സൂക്ഷിക്കണം. ഇത് നിങ്ങളുടെ വൈഫും ആവാം. ഇപ്പം നിങ്ങൾ തന്നെ ഒരു മദറും വൈഫാണ് വെച്ചാൽ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ഹെൽത്തിനെ സൂക്ഷിക്കണം. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 2025 നിങ്ങൾക്ക് അഡ്വൈസ് ആണ്? കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സ്വോർഡ്സ്, 8 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ കിങ് ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് അഡ്വൈസ്? ഈ ക്വീൻ ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ് അഡ്വൈസ്? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ കൂടെയാണ് ടവർ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ട് നിങ്ങളുടെ ഇമോഷണൽ ലൈഫിൽ. ഇമോഷൻസിൻ്റെ കൂടെ ഒരു ഇമോഷണൽ കാര്യത്തിൽ എന്തോ ഒരു വലിയ ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട്.
ഒരു സഡൻ ചേഞ്ച് കാണുന്നുണ്ട്, ഒരു റെവലേഷനും ആവാം. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതൊരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇമോഷണലി ചില തോട്ട്സ്, ചില പെർസ്പെക്റ്റീവ് ഒക്കെ ചേഞ്ച് ആവും. നിങ്ങളുടെ ഇമോഷണൽ ലൈഫിലും എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വേറെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ ചില പ്രൊഫഷണൽസ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇത് ഡിവോഴ്സ് ആണെച്ചാൽ ഒരു ലോയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ സിറ്റുവേഷനിൽ ഇതൊരു ലോയർ ആവാം, ഡോക്ടർ ആവാം, ഒരു കൺസൾട്ടൻ്റ് ആവാം, ഇല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലും ആവാം. പക്ഷേ ഈ പേഴ്സൻ്റെ റോൾ നിങ്ങളുടെ ലൈഫിൽ 2025 കുറേ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ കിങ് ഓഫ് സോഴ്സ് ഒരു എക്വേരിയസ് എനർജിയാണ്. ഇവിടെയും എക്വേരിയസ് എനർജി ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ഹെൽത്ത് ഹീലിംഗ് എക്സ്പേർട്ട് ആയിരിക്കാം. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് ഇവിടെ ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഈ രണ്ട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയോ ഒരു വലിയ സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഏസ് ഓഫ് സോഴ്സ് ഇവിടെ ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് സോഴ്സ് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയർ ആയി ഡിസിഷൻസ് എടുക്കാൻ ആണ് അഡ്വൈസ് തരണത്. ആൻഡ് പുതിയ ബിഗിനിങ്സ് ഉണ്ടാവുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യണില്ല വെച്ചാലും കൺസിഡർ ചെയ്യുക. 8 ഓഫ് വോൺസ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ഓപ്പൺ വെക്കാനാണ് അഡ്വൈസ് തരണത്. ആൻഡ് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഔട്ട്കമ്മിലേക്ക് നോക്കാം. എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 ഔട്ട്കം ആണ് നിങ്ങൾക്ക് 2 ഓഫ് സോർഡ്സ്, 9 ഓഫ് വോൺസ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഔട്ട്കമ്മിലും ഞാൻ കാണുന്നത് എന്തോ ഒരു ഡുവാലിറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, ഒരു യെസ് നോ മാതിരി ഒരു എനർജി, അൺഷുവർ ആയ എനർജി. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതിൻ്റെ കാരണം നിങ്ങളുടെ ഇന്നർ ഫിയർ ആണ്. നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന്. പക്ഷേ നിങ്ങളുടെ ഫിയറുടെ കാരണം നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്യണു, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേടിയുടെ കാരണം നിങ്ങൾക്ക് ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്വീൻ ഓഫ് കപ്സ് ഇവിടെ സെൽഫ് ലവിൻ്റെ എനർജിയാണ്, ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോയുടെ എനർജിയാണ്. ആൻഡ് ഇതൊരു ലവിൻ്റെ എനർജിയാണ്. ബേസിക്കലി ഏതോ ഒരു പേഴ്സൺ ഇവിടെ ഞാൻ കാണുന്ന ഈ ക്വീൻ ഓഫ് കപ്സ് നിങ്ങൾക്ക് കുറേ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇമോഷണലി, ആസ് എ ഫ്രണ്ട് ആയിരിക്കാം. പക്ഷേ ഈ പേഴ്സൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. 8 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൺ നിങ്ങളുടെ കരിയറുടെ ത്രൂ ആയിരിക്കും കണക്റ്റഡ് ആവുക, ഓറൽസ് ഈ പേഴ്സൺ നിങ്ങളുടെ കരിയറിൽ കുറേ ഹെൽപ്പ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടോറസ് ഇയർലി റീഡിങ്. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് നോക്കാം. ആൻഡ് അവിടെ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് ഒരു കാർഡ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ടോറസിൻ്റെ മെസ്സേജാണ് ലൈറ്റ് ഗ്രീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ കളർ നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. ഹാപ്പിനെസ്, വൈബ്രൻസി, എനർജി, ഹോപ്പ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ ലൈഫിൽ കുറേ ഹാപ്പിനെസ് വരാൻ പോകുന്നുണ്ട്. ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോപ്പ് കൊണ്ടുവരണ എനർജിയാണ്. വൈബ്രൻസി ഇൻക്രീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ മാതിരി കളർ ഗ്രീൻ നല്ല കളറായിരിക്കും. ആൻഡ് ജനറലി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, അതാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ഗൈഡ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ. അപ്പോൾ ഹാപ്പി ആവുക, നിങ്ങളുടെ എനർജീനെ എപ്പോഴും വൈബ്രൻ്റ് ആക്കുക. ആൻഡ് ഹോപ്പ് വയ്ക്കുക. എന്നുവെച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഹോപ്പ്, നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത മാതിരി, ഹോപ്പ് ഇല്ലാത്ത മാതിരി അത് ചെയ്യരുത്. എന്നുവെച്ചാൽ ഹോപ്പ് ഉണ്ടായാലേ നിങ്ങൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു ഓൾറെഡി, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവായി മാനിഫെസ്റ്റ് ചെയ്താൽ നെഗറ്റീവ് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോസിറ്റീവ് തോട്ട്സ് വയ്ക്കാം. അപ്പോൾ ടോറസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.